6 ഇഞ്ച് സ്ലീവ് ലെങ്ത്തിലും 14 ഇഞ്ച് ആമിലും 10 ഇഞ്ച് സ്ലീവ് ലൂസിലുമുള്ള ഒരു സ്ലീവിൻ്റെ ബേസിക് സ്ലീവ് എങ്ങനെ അളവെടുത്ത് വരച്ച് വെട്ടാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. 6 ഇഞ്ച് സ്ലീവ് ലെങ്ത്തുള്ള ഒരു സ്ലീവിന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എടുക്കണം. ഈ 1.5 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ള വീതി ആണ്. ഏഴ് ഇഞ്ച് 14 ഇഞ്ച് ആമുള്ള ഒരു സ്ലീവിന് അതിൻ്റെ 14ൻ്റെ പകുതി 7ഉം 7നോടുകൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നമ്മൾ തുണിയെടുക്കുക. സ്റ്റിച്ച് എലമെൻറ്റ്സ് എല്ലാം നമ്മൾ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 6 ഇഞ്ച് ലെങ്ത്തിലും 7 ഇഞ്ച് വിട്ടിലുമുള്ള ഈ സ്ലീവിൻ്റെ അളവിൽ നിന്നും ഈ 7 അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിൻ്റ് മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് 3 ഇഞ്ച് കൈക്കുഴി താഴ്ചയെടുക്കാം. ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് കോമൺ ആണ്. നമുക്ക് ഏതളവിൽ സ്ലീവ് വെട്ടുകയാണെങ്കിലും ഈ 3 ഇഞ്ച് ലെങ്ത്ത് കൈക്കുഴി താഴ്ചയെടുത്താൽ മതി. ഈ പോയിൻ്റിൽ നിന്നും നേരെ നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള പോയിൻ്റിലേക്ക് ചരിച്ചു വരക്കാം. ഇങ്ങനെ ചരിച്ചു വരക്കുന്ന ഈ വരയുടെ ടോട്ടൽ അളവ് 7.5 ഇതിൻ്റെ 1/3 ഭാഗം എന്ന് പറയുന്നത് 2.5 ഈ 2.5 നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു മനസ്സിൽ കണക്ക് കൂട്ടുന്നതാണ്. ഒരു 2 ഇഞ്ച് നമ്മൾ കൈക്കുഴി താഴ്ച വരക്കാൻ പോവുകയാണ്. റിഗാള് വരക്കുകയാണ്. ഇതിനെ നമുക്ക് റിഗാൾ സ്കെയിൽ വെച്ചൊക്കെ വരക്കാം. എങ്കിലും നമുക്ക് ഒന്ന് അളവെടുത്ത് വരച്ച് പഠിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നമ്മൾ ഈ പോയിൻ്റിൽ നിന്നും ഈ 2 ഇഞ്ച് പോയിൻ്റിൽ മുട്ടാതെ താഴേക്ക് കൊണ്ടുവന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഇവിടെ നിന്നും താഴ്ത്തി ഈ പോയിൻ്റിലേക്ക് എത്തിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇത് ബാക്ക് കൈക്കുഴിയാണ്. അടുത്തത് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി വരക്കണം. അതിനൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 2.5 പോയിൻ്റിൽ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ ചരിഞ്ഞ വരയിൽ നിന്നും നേരെ ഈ 2.5 പോയിൻ്റിലേക്ക് കൊണ്ടുവന്ന് വളച്ച് ഈ പോയിൻ്റിൽ കൊണ്ടുവന്ന് എത്തിക്കുക. ഇപ്പോൾ നമുക്ക് കൈക്കുഴി താഴ്ച കിട്ടി, പുറകിലെ കൈക്കുഴി കിട്ടി, ഫ്രണ്ടിലെ കൈക്കുഴി കിട്ടി. ഇനി നമുക്ക് ഈ സ്ലീവ് തയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഷേപ്പ് വേണം. അതായത് തയ്യൽ തുമ്പിൽ നിന്നും ഇവിടെ 1 ഇഞ്ചാണെങ്കിൽ ഈ താഴത്തെ 1 ഇഞ്ചിലേക്ക് നമ്മൾ ചരിച്ചു വരക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്ലീവ് ലൂസായ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് ഇതാണ് നമുക്ക് സ്ലീവ് ലൂസ്. അടുത്ത ലൈൻ ഈ സ്ലീവ് ലൂസിലേക്കും വരക്കുന്നു. ഇത് കട്ട് ചെയ്യാനുള്ളതും ഇത് തയ്ക്കാനുള്ളതുമായ വരയാണ്. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം സ്റ്റിച്ച് എലമെൻറ്റ്സ് ഉള്ള ഈ ലൈനിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സ്റ്റിച്ച് എലമെൻറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെട്ടുന്നു. അതിനുശേഷം നമ്മളിവിടെ ഈ വളച്ച് വരച്ചിരിക്കുന്ന ആദ്യത്തെ ബാക്ക് കൈക്കുഴി നമ്മൾ ഒപ്പം വെട്ടുന്നു. കണ്ടോ, ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം വെട്ടുന്നു. അതിനുശേഷം ഇവിടെ ഒരു നോച്ച് ചെയ്ത് ഈ ഭാഗത്തും റിഗാള് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിൻ്റാണ്, അവിടെയും ഒരു നോച്ച് വെട്ടുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ വിടർത്തിയിടുന്നു. വിടർത്തിയിട്ട് ഫ്രണ്ട് കൈക്കുഴി വെട്ടുന്നു. ഫ്രണ്ട് കൈക്കുഴി വെട്ടാൻ കത്രിക പിടിക്കേണ്ടത് ഈ നോച്ചിൻ്റെ ഈ ഭാഗത്തു നിന്നും ഈ വരയിലൂടെ വളച്ച് ഈ നോച്ചിൽ എത്തിക്കുന്നു. കണ്ടോ, നമുക്ക് ബേസിക് സ്ലീവ് കിട്ടി. ബാക്കിലെ കൈക്കുഴി, ഫ്രണ്ടിലെ കൈക്കുഴി, മടക്കി തയ്ക്കാനുള്ള നോട്ട്സ് മടക്കി വെച്ചു. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ബേസിക് സ്ലീവ്.